അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി പുൾഡ് ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നു. ഇത് ഏകദേശം ഞാൻ ChatGPT ചോദിച്ചപ്പോൾ ഒരു 6-7 മണിക്കൂർ സ്ലോ ഈറ്റ് ചെയ്യണമെന്നാണ്. വാട്ടർ വേപ്പർ വെച്ചിട്ട് നമ്മുടെ ഇഡ്ലി ചമ്പിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ചെമ്പ്. അപ്പോൾ ഡേറ്റ മസാല ഇടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബീഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡേറ്റയ്ക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഡേറ്റയ്ക്ക് ഇങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇതിപ്പോ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇത് ഫുള്ള് ഇച്ചു കഴിക്കാം. യെസ്, ഇത് കുറേ ഉണ്ടല്ലോ. ഇത് ഇതായി വരുമ്പോൾ പകുതിയുടെ പകുതിയാവും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എങ്ങനെയാ, ഇതിൽ ഞാൻ സ്ലോ കുക്ക് ഒരു സ്ലോ കുക്ക് അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ മറിച്ചിടും നമുക്ക് കാണാൻ പറ്റും സ്റ്റേജിൽ. കിച്ചണിന്റെ അപ്പി കാണിച്ചു കൊടുക്കല്ലേട്ടാ, കിച്ചണിൽ അപ്പി കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി. ഇതാകുമ്പോൾ ഞാൻ ബുദ്ധിപ്പിച്ചു. ഇതാകുമ്പോൾ എനിക്ക് തുറന്നു നോക്കാമല്ലോ, കരിഞ്ഞുണ്ടോ കരിഞ്ഞില്ലേ ആയില്ലേന്ന്. അപ്പോൾ നമ്മൾ ഇപ്പം മസാല ഇട്ട് വെക്കുന്നു. പക്ഷെ ഇതിൻ്റെ എന്നിട്ട് മറ്റേ ആ വെള്ളം സ്റ്റൂ അല്ലേ, അതൊന്നും പറയാനില്ല കേട്ടോ. സ്റ്റൂ ഒന്നും പറയാനില്ല, പൊളി സാധനമായിരുന്നു. ഞങ്ങൾ പെപ്പർ പിന്നെ ഏതൊക്കെ വെച്ചാൽ ഇച്ചിരി നെയ്യ് ഒഴിക്കും കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നാരങ്ങ ഒഴിക്കാം. മുളക് വെച്ചോ ഗാർലിക് വെച്ചോ. നെയ്യാണോ ബട്ടറാണോ? നെയ്യ്. ഓക്കെ. അപ്പം ഇനി മസാല തേക്കുന്നു. ഈ ഗാർലിക് അതിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം, സൈഡിൽ ഇട്ട് വയ്ക്കാം, അത് ഒരുക്കിക്കോളും. മുളകും ഇട്ട് വയ്ക്കാം. അപ്പം ആ മുളകില്ലേ അതിൻ്റെ ഉള്ളിലിരുന്ന് എരിവ് കയറിക്കോളും. ഇത് എത്രാമത്തെ പ്രാവശ്യം ഫെയിൽഡ് അറ്റൻഡ്. എൻ്റെ അത്ര ബീഫ് പോയിട്ടുണ്ടെന്ന് പറയും. ഒരു 5-6 കിലോ ബീഫ് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ സമയം പോട്ടെ, കുഴപ്പമില്ല, അത് ഇടയ്ക്കുള്ള പരിപാടി വെച്ചിരിക്കുക. എൻ്റെ 5-6 കിലോ ബീഫ് എന്തൊരു സാധനം മേടിച്ചോണ്ടാ ഒരു 5000 രൂപ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് പിന്നെ സ്റ്റൗവിലാണ്, ഗ്യാസ് പോകുന്നില്ല. ഇനി ബാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം. ഇപ്പം നമ്മൾ നാരങ്ങ നീര്, പെപ്പർ, ഉപ്പ്, ഇതാരാണോ ഗീയൊക്കെ ഇങ്ങനെ ഇടുന്ന ആള്? നോർമലി ഇതൊന്നും ഇടില്ല. ഗീയാ ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധനം റെഡിയായി. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഫ്രീസറിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്ക് നമുക്ക് ഇത് ചൂടാക്കാൻ വെക്കാം, വാട്ടർ വേപ്പർ ആക്കാം. അങ്ങനെ നമ്മൾ ചെമ്പിലേക്ക് വെച്ചിരിക്കുന്നു 4 കഷ്ണം ബീഫ്. ഏകദേശം 1/2 കിലോ ബീഫാണ് കേട്ടോ. 1/2 കിലോ ബീഫ്. ഇത് നമുക്കിപ്പം 12:20 ഇനി 12:40 ആകുമ്പോൾ ഒന്ന് മറിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നേരെ പകുതിയും ഡേറ്റ ഗാർലിക്കും സബോളൊക്കെ അരിയുന്നു. പണിയെടുക്കണൊക്കെ കള്ളിയോ. ഗുഡ് ആൾക്കാരൊക്കെ കണ്ണെരിയുന്നു. അപ്പോൾ ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു അരമണിക്കൂർ കൂടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുന്നു. ചാറൊക്കെ ഇതില് ചാറിറങ്ങിയിട്ട് അതിൽ വെള്ളം ഓവറായിട്ട് ഇങ്ങനെ ഷിറ്റ്. അതല്ലടി താഴത്തെ വെള്ളേ അതല്ലടി ചണ്ടി. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഓവറായിട്ടേ. കുഴപ്പമില്ല, എന്താട്ടെ. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ പറ്റില്ലോ, അതൊന്നും പറ്റുമ്പോൾ കുടിക്കാതാ. അപ്പം ഒരു പ്രാവശ്യം മറിച്ചിട്ടു. നേരെ ചിക്കൻ പകുതി, ബീഫ് പകുതിയായി. ഇതിപ്പോൾ ബോയിലിംഗ് ആവുമല്ലോ. അടച്ചു നമുക്കൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം നമ്മൾ ഏകദേശം 2 മണിക്കൂർ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്തു. എന്നുവെച്ചാൽ ഞങ്ങൾ കിടന്നുറങ്ങാനും പരിപാടിയുള്ള കാരണം അതിനിപ്പോൾ വീണ്ടും തുറക്കാൻ പോണ്. പക്ഷെ നല്ല ചൂടുണ്ട് കണ്ട. വാട്ടർ വേപ്പർ കട്ട് നല്ല ആവിയുണ്ട്. ഇനി ഇത് ഞാൻ മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ആയിട്ടില്ല. ഇനി
ഇതിൽ മറിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഒരു 10-20 മിനിറ്റ് ചൂടാക്കാം. അത് ഞാൻ കൈ മറ്റേ സാധനം എടുക്കണ്ടേ, അപ്പം നീ കട്ട് ചെയ്തെടുക്കണ്ടേ. ക്ലോസ് ദ ഡോർ. അടുത്ത ഇപ്പം നമ്മളൊരു 5-8 പ്രാവശ്യമായി. ഇപ്പം ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇല്ലേ? 5 മണിക്കൂർ മേലെ ആയി. നമുക്ക് ഒന്നും തുറന്നു നോക്കാം. ഇതൊക്കെ നേരത്തെ ഇട്ടിച്ചാ കണ്ട സോഫ്റ്റായി. സോഫ്റ്റായില്ലേ? എന്തത് ഐഫോൺ കാർ പൊളിപ്പിക്കാറില്ലല്ലോ. ഇനി ഇതിൽ വെള്ളം ഉണ്ടോന്ന് ഇതായിട്ടുണ്ടെന്ന് തുറന്ന് നോക്കണോ? ഞാൻ അങ്ങനെ നമ്മുടെ പുൾഡ് ബീഫ് സക്സസ്ഫുള്ളി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നമ്മൾ ഓഫ് ചെയ്തിട്ട് തൊടുമിക്ക് വീണ്ടല്ലോ. നമ്മള് ഇങ്ങനെ കാണാതെ ഇഷ്ടമില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇറ്റ്സ് നൈസ്. യം. ഞാൻ കുറേ പ്രാവശ്യം അറ്റ് ലാസ്റ്റ് അങ്ങനെ പുൾഡ് ബീഫ് വന്നു. നമുക്ക് ഈ ഒരു കഷ്ണം എടുത്തിട്ട് കട്ട് ചെയ്യാം. ക്ലോസ് ചെയ്യണ്ട. അങ്ങനെ നമ്മുടെ പുൾഡ് ബീഫ് റെഡി ആയിരിക്കുന്നു. തന്നെയല്ലേ നേരത്തെ പറഞ്ഞു. ഇത് കത്തിയുടെ ആവശ്യമില്ലല്ലോ. കത്തി ആവശ്യം പാടില്ല. ഇനി നിനക്ക് മസാല കാര്യമാണ്. ഇത് ബട്ടറിൽ ഇട്ടിട്ടേ ജസ്റ്റ് ബട്ടറിൽ ഇട്ടിട്ട് ബട്ടറിൻ്റെ സോസിൽ മുക്കി വെക്കണം. ഗുഡ്. നമ്മൾ മറ്റേ ബ്രിസ്ക്കറ്റ് കഴിക്കുമേ കരിഞ്ഞ ചുവ വരും. ഇത് അടിച്ചിട്ട് പിടിച്ചു. അല്ലെങ്കിൽ സൂപ്പറാണ്. ഇനി ഇതിൽ ഉപ്പും കുരുമുളകും ആവശ്യമുണ്ടോ? അല്ല ഫ്ലേവർ ആണെങ്കിൽ മുളക് ആ മുളകും ഈ ഗാർലിക്കൊന്നും പോയിട്ടില്ലല്ലേ? അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ പുൾഡ് ബീഫ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ബ്രിസ്ക്കറ്റിലാണെങ്കിൽ കരിഞ്ഞ ചുവ വരും. ഇന്ന് രസമുണ്ട്. ജെന്യുവൻലി നല്ലതാണ്. ഏറ്റവും ദിവസം എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായില്ല. സോ യു ക്യാൻ ഓൾസോ ട്രൈ. ഇറ്റ്സ് നൈസ്. ഓക്കെ. ഞാനിപ്പോൾ ബട്ടറിൽ ഇട്ടിട്ട് ഉപ്പും മുളകും കുരുമുളകും ഗാർലിക് ഇട്ടിട്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് എന്തോ ഫ്ലേവർ വന്നിട്ടുണ്ട്. ചൂടാവണം എന്നാലും മനസ്സിലാവണം. അങ്ങനെ ഡിറ്റ പുൾഡ് ബീഫ് കഴിച്ചിരിക്കുന്നു. ആഫ്റ്റർ സക്സസ്ഫുള്ളി പുൾഡ് ബീഫ്. ഇനി നമുക്ക് ആർമായിക്കാം. ഇതാണ് ഇതിൻ്റെ സ്റ്റൂ എന്നല്ല പറയാം. ഇനി അത് ഡിറ്റ ട്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ചൂടൊന്നുമില്ലടി. അതിൽ മുളകും കുരുമുളകും എങ്ങനെയുണ്ട്? ഇന്നലത്തെ രസമല്ല. ഇത് കുറച്ചുകൂടി ഞാൻ ലാസ്റ്റ് ഇട്ടല്ലോ. എങ്ങനെയുണ്ട്? അതില് ഈ ഗാർലിക്കിന്റെ മുളകിന്റെ ഒക്കെ ടേസ്റ്റ് വന്നു. കൂടുതലായിരിക്കും. ഇന്നലെ കുരുമുളക് മാത്രം ഉണ്ടായുള്ളൂ. ഞാൻ ടേസ്റ്റ് ഒരു തുണ്ട് കരിഞ്ഞ ചുവ വന്നു. അത് അടിപറ്റിപ്പോയി. ഓ എരിവുണ്ട്. ഞാൻ ഉദ്ദേശിച്ചു ഇത് കിട്ടിട്ട് ചൂടാറിയപ്പോ രസമുണ്ട്. ഇപ്പൊ ബട്ടറിന്റെ ടേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബട്ടറിലിട്ട് നമ്മൾ സെറ്റ് ചെയ്താ. ഗാർലിക് കഴിച്ചു നോക്കിയാ? ഇഷ്ടമായി. ഇതാണ് ഇഷ്ടമായ. ഇതിൽ ബട്ടറിൻ്റെ ഒരു എക്സ്ട്രാ എഫക്റ്റ് വന്നു. ഗാർലിക് രസമുണ്ട്.